ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേം ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. കഴിഞ്ഞ 34-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ 33-34 ശ്ലോകങ്ങളിലായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ഉള്ള ദുഷ്കരമായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് അർജുനൻ സംശയരൂപേണ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാനോട് പറയുന്നു, മനസ്സിൻ്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ, മനസ്സിൻ്റെ ചഞ്ചലമായിട്ടുള്ള അവസ്ഥ, മനസ്സിൻ്റെ ദൃഢമായിട്ടുള്ള അവസ്ഥ, മനസ്സിൻ്റെ ബലവത്തായിട്ടുള്ള അവസ്ഥ, ഇങ്ങനെ മനസ്സ് അതിശക്തമാണ്, പ്രബലമാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വായുവിനെ തടയുവാൻ ശ്രമിക്കുന്നത് പോലെ ആണ് എന്നാണ്. അത്രയും ദുഷ്കരമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അർജുനൻ അനുഭവത്തിലൂടെ, നമ്മുടെയൊക്കെ അനുഭവം അവിടെ വരുന്നുണ്ട്, അർജുനനിൽ വരുന്നുണ്ട്. നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് അർജുനൻ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരമാണ്, നമ്മൾ ഓരോരുത്തർക്കും കിട്ടേണ്ട, നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്. അതിനെ ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത് എന്നാണ് ഈ 35-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. ഇത്രയൊക്കെ പറഞ്ഞു, യോഗത്തെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അർജുനന് എല്ലാ സംശയങ്ങളും തീരേണ്ട വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു. എന്നിട്ടും ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് അർജുനൻ വീണ്ടും വീണ്ടും സംശയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും സംശയം കൊണ്ടുവരുമ്പോൾ ഏതൊരു ഗുരുനാഥനും ശിഷ്യനോട് ഒരു ദേഷ്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അർജുനൻ്റെ ഉള്ളിൽ നിന്ന് തന്നിലേക്ക് തൊടുത്തു വിടുമ്പോൾ ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനെ വാരിപ്പുണർന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു തലമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ചോദ്യകർത്താവിനോടൊപ്പം സംശയം പറയേണ്ട ആൾ ചേരുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചോദ്യമായി മാറുകയാണ്, ഭഗവാന്റെയും ചോദ്യമാണ്. ഭഗവാൻ അത് ആ അർജുനൻ്റെ ആ സംശയത്തോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ആൻസർ, ഈ ഇതിനെ നിവൃത്തി പറയുന്ന സമയത്ത്, സംശയ നിവൃത്തിയായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അസംശയം മഹാബാഹോ, മഹാപരാക്രമിയായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കെൽപ്പുള്ള, നിസ്സാരനല്ലാത്തതായിട്ടുള്ള, അല്ലയോ കുന്തിപുത്ര മഹാബാഹോ, അസംശയം, സംശയമില്ല. നീ പറഞ്ഞത് വളരെ സത്യമാണ്. മനസ്സ് ദൃഢമാണ്, പ്രക്ഷുബ്ധമാണ്, ബലമുള്ളതാണ്, ചഞ്ചലമാണ്. ഇങ്ങനെയുള്ള മനസ്സ് വലിയ കഠിനമായിട്ടുള്ള ഒന്നാണ്.
അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വായുവിനെ തടയാൻ ശ്രമിക്കുന്നത് പോലെ ദുഷ്കരവും ദുഷ്ഫലവുമാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഈ ചോദ്യത്തോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്നു. തീർച്ചയായിട്ടും നീ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് അസംശയം, അതിൽ സംശയമില്ല. എങ്കിലും സംശയമില്ല, നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ എങ്കിലും അഭ്യാസത്തിലൂടെ, അഭ്യാസമെന്ന് പറയുന്നത് എന്താണ്? നിരന്തരം അത് തപസ്സാണ്. അഭ്യാസം എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് അയാൾ നടത്തേണ്ടതായിട്ടുള്ള സ്ഥിരവും ദൃഢവും നിശ്ചഞ്ചലവുമായിട്ടുള്ള ഒരേ ദിശയിലേക്കുള്ള പ്രയത്നം, നിരന്തരമായിട്ടുള്ള പ്രയത്നം, അതിനെയാണ് ഇവിടെ അഭ്യാസം എന്നുകൊണ്ട് പറയുന്നത്. അത് കേവലം ഒരു മണിക്കൂറിലേക്കോ ഒരു ദിവസത്തിലേക്കോ കുറച്ച് കാലത്തേക്കോ ഉള്ളതല്ല. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ എത്ര തന്നെ കഠിനമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായാലും അതിനെയെല്ലാം നിവാരണം ചെയ്തുകൊണ്ട്, അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള, ഉറക്കത്തിൽ പോലും, ഉണർവിലെന്ന് മാത്രമല്ല ഉറക്കത്തിൽ പോലുമുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നം, ആ പ്രയത്നത്തെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടാംഗ യോഗ, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനത്തിലൂടെ സമാധി എന്ന് പറയുന്ന അവസ്ഥ, ആ അവസ്ഥയെ പ്രാപിക്കുക എന്ന അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് അതിൽ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് യോഗത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്, നിരന്തരമായിട്ടുള്ള അഭ്യാസമാണ്. ആ നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിൻ്റെ ഒരു ക്രമമാണ് അഷ്ടാംഗയോഗ എന്ന് പറയുന്നത്. അപ്പോൾ അഭ്യാസത്തിലൂടെ, നിരന്തരമായ അഭ്യാസത്തിലൂടെ നമുക്ക് ഈ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കണം എന്ന ബോധം സർവ തടസ്സങ്ങളും സർവ പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്തെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ആ പ്രതിസന്ധിയുടെ സൂചന ലഭിക്കുമ്പോൾ തന്നെ മനസ്സ് ജാഗ്രത ആവണം. ഇതാ എന്തോ ഒരു പണി വരണുണ്ട്, മനസ്സ് പ്രക്ഷുബ്ധമാകാതെ നോക്കണം, നമ്മളെ മറക്കാതെ നോക്കണം. വരുന്നത് വരട്ടെ, ആ വന്നതുപോലെ തന്നെ തിരിച്ചു പൊക്കൊള്ളും എന്ന സുദൃഢമായിട്ടുള്ള ആ ഒരു ചിന്ത പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതുവരെ ചെയ്ത ഈ പ്രയത്നങ്ങളെല്ലാം ഈ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഓർക്കാതെ ഈ പ്രതിസന്ധിയിൽ പെട്ട് ഉഴലുന്നൊരവസ്ഥ വരുന്നു എങ്കിൽ നമ്മൾ പരാജയപ്പെടും. മറിച്ച് ആ പ്രതിസന്ധി വരുന്ന സമയത്ത് ജാഗ്രതയോടുകൂടി ഇരിക്കുകയും അത് സ്വാഭാവികമായിട്ട് വന്നതുപോലെ തന്നെ പോകും, ഇതൊന്നും നമ്മളെ സ്പർശിക്കില്ല, ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന ചിന്തയോടുകൂടി, സ്ഥിരതയോടുകൂടി, ധൈര്യത്തോടുകൂടി, ക്ഷമയോടുകൂടി നമ്മൾ ആ പ്രതിസന്ധിയുടെ വരവിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനെ അവിടെ ചഞ്ചലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിശ്ചഞ്ചലമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അത് നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് പോലെ തന്നെ മറ്റൊന്നാണ് വൈരാഗ്യം. നമ്മൾ ഇന്നതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ, ഇന്ന ആളുകളൊക്കെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തയുണ്ടല്ലോ, അത് വലിയ അപകടമാണ്. ഒന്നുമില്ലെങ്കിലും, എന്തിന്, കഴിക്കുവാൻ ആഹാരമോ കുടിക്കുവാൻ ജലമോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ള ദൃഢമായിട്ടുള്ള ആ ഒരു വിശ്വാസം. പലപ്പോഴും ഈ വ്രതങ്ങൾ, നമ്മൾ എല്ലാ മത
വിഭാഗങ്ങളും വ്രതമാചരിക്കാറുണ്ട്, അവരുടെ നോമ്പ് ആചരിക്കാറുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കുണ്ട്. ഒരു പ്രത്യേക കാലയളവിൽ 41 ദിവസമോ 30 ദിവസമോ അല്ലെങ്കിൽ അവരുടേതായ ഒരു കാലക്രമമുണ്ട്. ആ കാലക്രമത്തിൽ അവർ നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടമുള്ള വസ്തുക്കളെ തൽക്കാലം എനിക്കത് ആവശ്യമില്ല എന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതില്ലാതെ തന്നെ ജീവിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വ്രതങ്ങൾ എന്ന് പറയുന്നത്. അത് മനസ്സിനെ ബലവത്താക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിനെ കൂടുതൽ ആർജവമുള്ളതാവാനും നിശ്ചഞ്ചലമാക്കാനുമുള്ളതാണ്, സ്ഥൈര്യത വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് വ്രതങ്ങൾ. ഈ വ്രതങ്ങളെല്ലാം വൈരാഗ്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ വൈരാഗ്യം നമ്മൾ അതിനെ സമാശ്രയിക്കണം. അതോടൊപ്പം അഭ്യാസം, നിരന്തരമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഈ അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും ഗൃഹ്യതേ നിയന്ത്രിക്കപ്പെടുന്നു. എന്ത് നിയന്ത്രിക്കപ്പെടുന്നു? മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നു. പറയുവാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിരന്തരമായൊരു പരിശ്രമം അതിനു വേണ്ടി ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ട് മനോനിയന്ത്രണം ഒരാളിൽ വന്നു ചേരും. പക്ഷെ നമ്മൾ ജാഗ്രത പാലിക്കണം. ജാഗ്രതയോടുകൂടി ജീവിതത്തെ, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ജാഗ്രതയോടുകൂടി നമ്മൾ നിലനിൽക്കണം. ഇപ്പോൾ വഴിയെ പോകുന്ന ആരെങ്കിലും രണ്ട് ചീത്ത പറയാൻ നമ്മളെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ചീത്ത പറയും എന്ന് നമുക്ക് തോന്നുമ്പം തന്നെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അയാൾ രണ്ട് ചീത്തയും പറഞ്ഞിട്ട് അയാളങ്ങ് പോവും. അപ്പോൾ ഇയാൾ ഒരു പ്രതികരണവും ഇല്ലല്ലോ, അപ്പോൾ ആ ചീത്ത പറഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവും. അപ്പോൾ അത് 1-2 തവണ അയാൾ ആവർത്തിക്കുന്ന സമയത്ത് ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ, അയാളൊരു പാവമാണ് എന്നൊക്കെ അയാൾക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അങ്ങനെ തോന്നിയില്ല, അങ്ങനെ തോന്നാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതും മനോനിയന്ത്രണത്തോടുകൂടി ചെയ്യണം. മനോനിയന്ത്രണത്തോടുകൂടി ചെയ്യാതിരിക്കുകയും വേണം. വേണ്ടി വന്നാൽ മനോനിയന്ത്രണത്തോടുകൂടി ചെയ്യുകയും വേണം, പ്രതികരിക്കുകയും വേണം. അത് പ്രതികരണം ഏത് വിധത്തിലാവണം? അത് ശത്രുവിൻ്റെ ശക്തി പോലെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ രൂക്ഷതയ്ക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ തലം ഏതാണെന്നുള്ളത് നമ്മൾ എടുക്കണം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മനോനിയന്ത്രണം നഷ്ടപ്പെടാത്ത വിധത്തിൽ നമ്മൾ നിലനിന്നുകൊണ്ട് വേണം നമ്മളിതിനെയൊക്കെ കാണുവാൻ, ചെയ്യുവാൻ, മുന്നോട്ട് പോകുവാൻ. ഇതിലൂടെ തീർച്ചയായിട്ടും ആ മനോനിയന്ത്രണം ഈ അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും സാധ്യമാകും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്. നമസ്തേ.